തിങ്കളാഴ്ച രാത്രി മദീനയ്ക്ക് സമീപമുണ്ടായ ദാരുണമായ ബസ് അപകടത്തിൽ മരിച്ച 45 ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെ തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി തെലങ്കാന സംസ്ഥാനത്തെ ഉന്നതതല സംഘം സൗദി അറേബ്യയിലെത്തി. തെലങ്കാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ചൊവ്വാഴ്ചയാണ് മദീനയിൽ വിമാനമിറങ്ങിയത്. ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനും കാര്യങ്ങൾ വേഗത്തിലാക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. മന്ത്രി മുഹമ്മദ് അസ്ഹറുദ്ദീനൊപ്പം മാജിദ് ഹുസൈൻ MLA, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി B. ഷഫീഉള്ള എന്നിവരും സംഘത്തിൽ പങ്കുചേർന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയെ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെയും കുറിച്ച് സംഘം വിശദമായ ചർച്ചകൾ നടത്തി. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂര്യയുമായിട്ടാണ് സംഘം കൂടിക്കാഴ്ച നടത്തിയത്. അപകടത്തിൽ മരിച്ച തീർത്ഥാടകരുടെ അടുത്ത ബന്ധുക്കളിൽ പലരും ഇതിനോടകം സൗദി അറേബ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ കുവൈറ്റ് എയർവേസ് വിമാനത്തിലാണ് അവർ സൗദിയിലെത്തിയത്. ദുരന്തത്തിൽ തകർന്ന കുടുംബാംഗങ്ങളെ സഹായിക്കാനും നടപടികൾ വേഗത്തിലാക്കാനും ഇന്ത്യൻ സർക്കാരും കോൺസുലേറ്റും സൗദി അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മൃതദേഹങ്ങൾ കൈമാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളും മറ്റ് രേഖാപരമായ നടപടിക്രമങ്ങളും വേഗത്തിലാക്കുക എന്നതാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി ഇന്ത്യയിലെയും സൗദിയിലെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ മദീനയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തി. മൃതദേഹങ്ങളുടെ നിയമപരമായ കൈമാറ്റത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. തുടർ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനാണ് മന്ത്രി മുഹമ്മദ് അസ്ഹറുദ്ദീനും സംഘവും മദീനയിലെത്തിയതെന്ന് ഫഹീം ഖുറേഷി വ്യക്തമാക്കി. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ സൗദിയിൽ താമസിക്കുന്ന വേളയിൽ ഒരു ബുദ്ധിമുട്ടും നേരിടാതിരിക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കളുടെ താമസം, പ്രാദേശിക ഗതാഗതം, ഭക്ഷണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തെലങ്കാന സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതായി ഫഹീം ഖുറേഷി അറിയിച്ചു. കുടുംബങ്ങളുടെ സൗദിയിലേക്കുള്ള യാത്രാ ക്രമീകരണങ്ങൾ പോലും സർക്കാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കുടുംബാംഗങ്ങൾക്ക് സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ പാസ്പോർട്ട്, വിസ തുടങ്ങിയ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും സൗദി എംബസിയുമായി ബന്ധപ്പെടുന്നതിനും സർക്കാരിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് ഖുറേഷി വ്യക്തമാക്കി. അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ഇത് സഹായകമായി. അപകടവുമായി ബന്ധപ്പെട്ട് ആകെ 32 പേർ സൗദിയിലെത്തിയിട്ടുണ്ട്. ഇതിൽ 26 പേർ മരിച്ചവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ബാക്കിയുള്ളവർ ദുരിതാശ്വാസ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരാണ്. സമയബന്ധിതമായി പാസ്പോർട്ടോ വിസയോ ലഭിക്കാത്തതിനാൽ യാത്ര ചെയ്യാനായില്ലാത്തവർക്ക് അടുത്ത വിമാനത്തിൽ പോകാനുള്ള സൗകര്യം ഒരുക്കുമെന്നും ഖുറേഷി ഉറപ്പു നൽകി. എല്ലാ കുടുംബങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുവരെ രക്ഷാപ്രവർത്തനങ്ങളും സഹായ പ്രവർത്തനങ്ങളും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൃതദേഹങ്ങൾ വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നതിനും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സൗദി അധികൃതരുമായി നിരന്തര ബന്ധം പുലർത്തിയാണ് കോൺസുലേറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന മദീനയിലെ വിവിധ ആശുപത്രികളിലും ഇന്ത്യൻ കോൺസുലേറ്റിലും തെലങ്കാന സർക്കാരിന്റെയും പ്രതിനിധികൾ സന്ദർശനം നടത്തി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും അവരുടെ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കാനും നടപടി സ്വീകരിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നിയമപരമായ കാര്യങ്ങളിലും ഇന്ത്യൻ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട്. സൗദിയിലെ നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നിരവധി നിയമപരമായ കടമ്പകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ ലളിതമാക്കാനും വേഗത്തിലാക്കാനും സൗദി ഭരണകൂടം സഹായം നൽകുന്നുണ്ട്. ദുരന്തം നടന്നയുടൻ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെടുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 45 പേരുടെ ജീവൻ കവർന്നെടുത്ത ഈ ബസ് അപകടം ഉംറ തീർത്ഥാടനത്തിന് പോയവരാകെ ദുഃഖത്തിലാഴ്ത്തി. ഇന്ത്യൻ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം അതീവ വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിൽ സൗദിയിലെത്തിയ കുടുംബാംഗങ്ങൾക്ക് മാനസിക പിന്തുണ നൽകാനും സംഘം ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ദുരിതത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി ഒപ്പമുണ്ടെന്ന് മന്ത്രി ഉറപ്പു നൽകി. ദുരന്തത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ സൗദി അറേബ്യൻ സർക്കാർ വലിയ സഹായമാണ് നൽകുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക് പിന്തുണയും നിയമപരമായ സഹകരണവും അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. മറിച്ച് 45 പേരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. ഈ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രത്യേകം വിമാനങ്ങളിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും. രേഖാപരമായ കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും നീതിയും പിന്തുണയും ഉറപ്പാക്കി ദൗത്യം പൂർത്തിയാക്കാനാണ് ഉന്നതതല സംഘത്തിന്റെ ശ്രമം.